എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 36-37 ശ്ലോകങ്ങൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 35 വരെ നോക്കി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന വളരെ ശക്തമായ ഉപദേശങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും തരുന്നതാണ്. അതാണ് നമ്മൾ ഗീതയെ മനസ്സിലാക്കാതെ പോയത്. കാരണം നമ്മൾ വിചാരിച്ചത് ഗീത എന്ന് പറഞ്ഞാൽ അർജുനൻ പിന്നെ പണ്ട് ജീവിച്ചിരുന്ന ഒരു ക്ഷത്രിയ രാജാവ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതല്ല, നമ്മൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുന്നു ഭഗവാൻ. അപ്പോൾ വായിക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ, ഗണേശായ നമ, സരസ്വതി നമ. ഈ ഒരു അവസരത്തിൽ ഗീത കുറിച്ച് പറയുമ്പോൾ ചിന്മയാനന്ദ സ്വാമികളെ ഓർക്കുന്നു, സ്മരിക്കുന്നു, പ്രണമിക്കുന്നു. സ്വാമിജികളുടെ പാദ നമസ്കാരം. സ്വാമിജികളുടെ ബുക്ക് തന്നെയാണ് ഞാൻ ഗീത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വലിയ ആചാര്യന്മാരൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. അപ്പോൾ നോക്കാം. ധ്യാനം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവത്സിതോ തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അപ്പോൾ പറയുന്നു 36-37 ശ്ലോകങ്ങൾ വായിക്കാം. നമോ ഭഗവതേ വാസുദേവായ. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഈ ഒരു 2 ശ്ലോകത്തിൽ ഇങ്ങനെ അർജുനനിങ്ങനെ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നല്ലൊരു മോട്ടിവേറ്റിംഗ് സ്പീക്കറാണ് ഭഗവാൻ. സ്പീക്കർ മാത്രമല്ല, തൻ്റെ വെറുതെ പറയുന്ന ഒരാളെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അതേസമയം തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാവർക്കും സ്വീകാര്യത തോന്നുന്നത്, എല്ലാവരും സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ഇന്നും എല്ലാവരും നെഞ്ചിലേറ്റ് നടക്കുന്നത്. കാരണം ഭഗവാൻ വെറുതെ പറഞ്ഞു വെച്ചിരിക്കുകയല്ല, നീ അങ്ങനെ ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, നീ അങ്ങനെ ചെയ്യൂ എന്നൊന്നും പറഞ്ഞു വെച്ചില്ല. ഭഗവാൻ അതിന് പകരം എല്ലാം ചെയ്ത് കാണിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ വേണം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ സ്വയം തന്നെ ഒരു മാതൃകയായിട്ട് നടന്നു. അങ്ങനെയുള്ള മാതൃകകളെ മാത്രമേ ലോകം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് കാണാം, ആരാണോ സ്വയം മാതൃകയായിട്ട് നടക്കുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യും, ആരാണോ സ്വയം നിന്ദ്യരായിട്ട് പോകുന്നത് അവരെ ലോകം റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നോക്കാം, 36-ാമത്തെ ശ്ലോകം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. തവ അഹിത എന്ന് വെച്ചാൽ അഹിതം, ഇഷ്ടമില്ലാത്തവർ, അതായത് നിൻ്റെ ശത്രുക്കൾ. തവ സാമർഥ്യം നിന്ദന്ത. അപ്പോൾ നിൻ്റെ കഴിവിനെ നിന്ദിച്ചുകൊണ്ട് ബഹൂൻ അവാച്യവാദാൻ, പറയാൻ കൊള്ളാത്ത പലതും വദിഷ്യന്തിച്ച പറയുകയും ചെയ്യും. തത് ദുഃഖതരം കിം നു, അതിലേറെ ദുഃഖതരമായിട്ട് എന്താ ഉള്ളത് അർജുന എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ലൗകികൻ്റെ കാഴ്ചപ്പാടിനെ നിരക്കുന്ന വാദങ്ങളാണ് അർജുനനിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് കൃഷ്ണൻ്റെ ഓരോ വാക്കുകളും. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നീ ഈ യുദ്ധക്കളത്തിൽ നിന്ന് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഈ ഒരു നിൻ്റെ സ്വഭാവമില്ലേ അർജുന, അത് അത്ര നല്ലതല്ല. കാരണം വളരെ പേരുകേട്ട ആളുകളെ
അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് എവിടെയെങ്കിലും വരുമ്പോൾ ശത്രുക്കൾ ഇങ്ങനെ കടന്നാക്രമിക്കും. നമ്മുടെ ഈ ഇന്നത്തെ ലോകത്തിലൊക്കെ അത് ഒരുപാട് കാണുന്നതാണ്. എവിടെയെങ്കിലും ഒരു ഒരു സ്ലിപ്പ്, നാവിൻ്റെ ഒരു സ്ലിപ്പ് വന്നാൽ, ടങ് സ്ലിപ്പ് വന്നാൽ പോലും മതി, അതിനെ പിടിച്ചായിരിക്കും പിന്നെ കടന്നാക്രമണം. അപ്പം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയ വില്ലാളി വീരനാണ് ഈ പോകുന്നതെന്നൊക്കെ ആളുകൾ കളിയാക്കും അർജുന. അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത്, അങ്ങനെ എല്ലാവരും നിന്നെ പരിഹസിക്കും. അപ്പോൾ ഇത് കേട്ട് ജീവിക്കുന്നത് നിനക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഈ സന്ദർഭങ്ങളും. ഇതൊക്കെ തന്നെയാണ് ശ്രീകൃഷ്ണനും അർജുനനും പറഞ്ഞു കൊടുക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗീത ഭഗവത്ഗീത എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും പ്രസക്തമായിരിക്കും. കാരണം അത് അത്രയ്ക്കും എന്താ പറയുക, എല്ലാ സമയത്തും അതിൻ്റെ പ്രസക്തി ഒരേപോലെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പടി കടന്ന് പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ മനസ്സിൻ്റെ ശാസ്ത്രമാണ് ഗീത എന്ന് പറയുക, അല്ലാതെ മനഃശാസ്ത്രമല്ല. നമ്മൾ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നു. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അതായത് ചിന്തകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അയാളുടെ പലതരം ചിന്തകൾ, അതിനെക്കുറിച്ചൊക്കെ അയാൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് മനഃശാസ്ത്രം. പക്ഷേ എന്നാൽ ഗീത എന്ന് പറയുന്നത് ചിന്തകൾ അല്ല, മനസ്സിനെയാണ് കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലോകത്തിൻ്റെ ഒരു വളരെ വലിയ ന്യൂനത എന്ന് പറയുന്നത് മനസ്സിനെക്കുറിച്ച് ആരും അറിയുന്നില്ല. പക്ഷേ എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ തന്നെ മനസ്സിനെ വളരെ ഗഹനമായിട്ട്, ഭാഗവതത്തിലൊക്കെ മനസ്സിന് കൊടുക്കുന്ന പോഷണമാണ് നമ്മൾ കാണുന്നത്, പല കഥകളിലൂടെയും പല തത്വങ്ങളിലൂടെയും. അപ്പോൾ ഈ ഒരു സംഭവം അറിയാത്തിടത്തോളം കാലം നമ്മൾ ദുഃഖത്തിലും ദുരിതത്തിലും കിടന്ന് ഇങ്ങനെ ഉഴറുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ കലികാലത്ത് കാണുന്നത്. അപ്പോൾ ഈ കലികാലത്ത് എന്തുകൊണ്ട് മനുഷ്യന് ഇത്രയും ദുഃഖ ദുരിതങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ ഉത്തരമാണ്, ഭഗവാനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കില്ല, എന്നിട്ട് വെറുതെ നമ്മൾ ഭഗവാനെ പൂജയും ഹോമവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ പറയുന്നത് അംഗീകരിക്കാനോ ഒന്നും തയ്യാറില്ല. അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2 അല്ല 3, കൊമ്പ് 3, അങ്ങനെയൊക്കെ പറയുന്നൊരു ലോകമാണെന്നുള്ളത്. നമുക്ക് എവിടെയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ദുരിതം നിങ്ങൾ കൂടി വരും. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ അതിബൃഹത്തായ ഈ സംസ്കാരം എന്താ പറയുന്നത് നമ്മളൊന്ന് നോക്കണം. അതിലേക്കൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ആഴത്തിൽ പോകുമ്പോഴേ സമുദ്രത്തിൽ നിന്ന് മുത്തും പവിഴവും എടുക്കാൻ പറ്റുമെന്ന് പറയും. അതുപോലെ നമ്മുടെ ശാസ്ത്രങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കും വളരെ ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ എല്ലാം കിട്ടും. അപ്പോൾ ഭഗവാൻ അവിടെയാണ് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാരാണോ അതൊക്കെ ചെയ്യാൻ തയ്യാറുള്ള അയാൾക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. അല്ലാതെ അലസനായിട്ടും അവശനായിട്ടും ഇങ്ങനെ സുഖലോലുപതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിന് അർഹതയില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ കളക്ടറും ആവുള്ളൂ. അല്ലെങ്കിൽ IAS കിട്ടണമെന്ന് പറഞ്ഞിട്ടോ രാവിലെ 10 മണി വരെ മൂടി പുതച്ചുറങ്ങി IAS കിട്ടും എന്നുപോലെയാണ്. നമ്മൾ ഭഗവാന്റെ തത്വങ്ങൾ ശരിക്കും അറിയാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ അത് നേടാൻ പറ്റൂ. അല്ലാതെ നമുക്ക് എല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ആ കിട്ടുന്നതിന് വലിയ വിലയുണ്ടാവില്ല. എപ്പോഴും അധ്വാനിച്ച് കഴിക്കുന്ന ആഹാരത്തിന് രുചി കൂടുതലുണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാം നിറഞ്ഞ ഒരു മേശയ്ക്ക് ചുറ്റും പോയിരിക്കുമ്പോൾ പലതിലും കുറ്റം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗ്ഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അപ്പോൾ പറയുന്നു ഉത്തിഷ്ഠ കൗന്ദേയ എന്നാണ് പറയുന്നത്. കൗന്ദേയ കുന്തിയുടെ പുത്ര. ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ വിളിക്കുന്നത് അർജുനനെ കൗന്ദേയ എന്നാണ്. അതായത് കുന്തിയുടെ പുത്ര, അല്ലെങ്കിൽ കുന്തിയുടെ പുത്ര ഉത്തിഷ്ഠ എന്നാണ് പറയുന്നത്. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉണരൂ, പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഈ വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെ
വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഉത്തിഷ്ഠ. നമ്മുടെ വേദങ്ങളുമൊക്കെ കൂടുതൽ അടിവരയിടുന്ന ഒരു വാക്കാണ് ഉത്തിഷ്ഠ എന്ന്. അതായത് ഉത്തിഷ്ഠ, ഉണരൂ, എല്ലാവരും ഉറക്കത്തിലാണെന്ന് പറയും. അജ്ഞാനമാകുന്ന ഇരുട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ് ഇന്നുമുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് നമുക്കിതെല്ലാം കയ്യിലുണ്ട്, പക്ഷെ നമ്മളത് പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ ഈ 37ാമത്തെ ശ്ലോകം നോക്കാം. ഹതോവാ പ്രാപ്സിസി സ്വർഗം. ഹതവ അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, സ്വർഗം പ്രാപ്സിസി നിനക്ക് വേണമെങ്കിൽ സ്വർഗം പ്രാപിക്കാം. നിനക്ക് സ്വർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വീരമൃത്യു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അവർക്ക് സ്വർഗം കിട്ടും. ജീത്വാവ, പക്ഷെ ജിത്വാവ എന്ന് പറഞ്ഞാൽ നീ ജയിക്കുകയാണെങ്കിൽ, ജയിക്കാതിരുന്ന സ്വർഗം കിട്ടും, അതും കിട്ടും. പക്ഷെ എന്നാൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് എന്താ കിട്ടുന്നത് അർജുന? മഹീം ബോക്ഷസേ, ഭൂമിയെ തന്നെ അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ നീ ഭൂമിയുടെ ചക്രവർത്തിയാവും അർജുന. അപ്പോൾ ജയിച്ചാലും ഗുണമാണ്, തോറ്റാലും ഗുണമാണ്. പിന്നെ പറയുന്നു തസ്മാത് കൗന്ദേയ, അതുകൊണ്ട് കൗന്ദേയ, ഹേ അർജുന, യുദ്ധായ കൃതനിശ്ചയ, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. യുദ്ധം ചെയ്യാൻ തന്നെ നിശ്ചയിച്ച്, കൃതനിശ്ചയ, ഒരു നിശ്ചയിച്ചുറപ്പിച്ചിട്ട്, ഉത്തിഷ്ഠ എഴുന്നേൽക്കും അർജുന എന്ന് വളരെ സ്നേഹത്തോടുകൂടി. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ പറയും, എത്ര ദേഷ്യമാണെങ്കിലും നമ്മൾ പോയിട്ട് മോളെ എണീക്ക് എന്നൊക്കെ പറയില്ലേ. നമുക്ക് അത്രയ്ക്കും ദേഷ്യമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാറില്ല. അതുപോലെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അർജുനനെ അഭിസംബോധന ചെയ്യുന്നത്. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. അപ്പം എഴുന്നേൽക്കാതെ ഇങ്ങനെ മടിച്ച് ആലസ്യവും മടിയും പിന്നെ എന്താ പറയുക, മനസ്സിൻ്റെ ആ ഒരു താഴ്ന്ന അവസ്ഥ പക്ഷെ കൃഷ്ണന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞനാണ്. ആ ശാസ്ത്രജ്ഞന് എന്താണ് ഈ ലോകത്ത് മനസ്സിലാക്കാൻ പറ്റാത്തത്? നമ്മൾ വിചാരിക്കുന്ന ആ സെക്കൻഡിൻ്റെ, നമ്മൾ വിചാരിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് കൃഷ്ണൻ. അപ്പോൾ പറയുന്നു, യുദ്ധത്തിൽ നീ മരിക്കുമ്പോഴാണെങ്കിലും നിനക്ക് നേട്ടമാണ്. കാരണം ഒരു വില്ലാളി വീരന് വീരസ്വർഗപ്രാപ്തിയാണ് കിട്ടുക. അപ്പം നിനക്ക് സുഖഭോഗങ്ങൾ അനുഭവിച്ച് സ്വർഗത്തിൽ ജീവിക്കാം. എന്നാൽ നീ ജയിച്ചാലോ നിനക്ക് രാജ്യത്തിൻ്റെ അധിപതിയാവാം അർജുന. കാരണം മരണം വരെ രാജാവായിട്ട് നിനക്ക് ജീവിക്കാം. പിന്നെ മരണശേഷവും നിനക്ക് വീരക്ഷത്രിയൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രാപ്തിയും ലഭിക്കും. അങ്ങനെ ഏതുകൊണ്ടും നിനക്ക് നല്ലതാണ് അർജുന. അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഉറച്ചുകൊണ്ട് നിൻ്റെ എല്ലാ അവശതയും, നിൻ്റെ ഈ മനസ്സിൻ്റെ ദൗർബല്യമൊക്കെ കളഞ്ഞിട്ട്, മോഹങ്ങളൊക്കെ വെടിഞ്ഞിട്ട്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊന്നും പറഞ്ഞ് നീ അനങ്ങാതെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ ചാപ്റ്റർ 1 അർജുന വിഷാദ യോഗത്തിൽ കണ്ടത്. അതിൽ നിന്ന് നിൻ്റെ മൂഢതയും നിൻ്റെ വിഷാദവും ഒക്കെ കളഞ്ഞ് നീ എഴുന്നേൽക്കും അർജുന എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിന് തയ്യാറാവൂ എന്ന് വെച്ചാൽ ഇവിടെ ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഈ ഒരു ലോകത്തിൽ നമ്മൾ ഓരോ ദിവസവും യുദ്ധം ചെയ്യുകയാണ്. പല പല സംഘർഷഭരിതമായ ഒരു ലോകമാണ്. എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരു 10-40 വർഷം മുമ്പൊക്കെ ഇത്ര തന്നെ സംഘർഷങ്ങളില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം പൈസ ഇല്ല എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസങ്ങൾ, ഇങ്ങനെ കുറച്ച് അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും അപ്പോൾ അതും ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് പണ്ട് നിലനിന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ നോക്കും, ഇന്ന് ധാരാളം പൈസയാണ്. ഇന്ന് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചേരികളിലൊക്കെ താമസിക്കുന്ന ആളുകളെ എടുക്കാം, അവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, അവർക്കും ഇഷ്ടം പോലെ കയ്യിൽ ഡെയിലി പോകുന്ന ജോലിക്ക് പോലും 1000 രൂപ ഡെയിലി കിട്ടുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാം ഉണ്ടാകുമ്പോഴും പിന്നെ നമുക്ക് ഇല്ലാത്തത് മനോബലമാണ്.
അതായത് മനസ്സിൻ്റെ ദൗർബല്യം. കാരണം എപ്പോഴും പിന്നെ കലികാലത്തിൽ പിന്നെ ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സുഖ സൗകര്യങ്ങൾ ലഭിക്കും, എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ക്ലേശങ്ങളും വർദ്ധിക്കും എന്ന് പറയുന്നു. ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ, അത് ചിലവർക്ക്, പിന്നെ കുടുംബപരമായിട്ടുള്ള ക്ലേശങ്ങൾ, പിന്നെ തൊഴിലിടത്തിൽ നേരിടുന്ന ക്ലേശങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നേരിടാൻ ഒരു വഴി നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെ ഉപദേശിക്കുന്നു. നാമസങ്കീർത്തനത്തിൽ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളത് കേൾക്കില്ല. നമ്മൾ വിചാരിക്കും, ഇതൊക്കെ നാണക്കേടല്ലേ, ഇതൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ നാണക്കേടല്ലേ. ഇത് ഗീതയൊക്കെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു നാണക്കേടായിട്ടാണ് നമ്മുടെ ഒരു സമൂഹം. പിന്നെ ഇതെല്ലാം ഏതോ ഒരു വിഭാഗത്തിന് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു അതുകൊണ്ട് പക്ഷെ അറിഞ്ഞു തുടങ്ങുമ്പോഴെങ്കിലും നമുക്ക് മാറാമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഉത്സാഹത്തോടു കൂടിയും വിഷാദമൊക്കെ കളഞ്ഞ് നിശ്ചയദാർഢ്യത്തോടെ അർജുന നീ കർത്തവ്യ കർമ്മങ്ങൾ നിറവേറ്റു എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു യുദ്ധമാണ്. ശരിക്കും നമ്മൾ പിന്നെ അവിടെ കുരുക്ഷേത്രത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു യുദ്ധമാണ്. അവിടെ പാണ്ഡവരെന്ന് പറയുമ്പോൾ നന്മയും കൗരവരെന്ന് പറയുമ്പോൾ തിന്മയും, നന്മ തിന്മകൾ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ നിരന്തര യുദ്ധത്തിൽ എപ്പോഴും ആത്യന്തികമായ വിജയം നന്മയ്ക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന് ഗീത ഉദ്ഘോഷിക്കുന്നു. ഗീതാ സന്ദേശത്തിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് അതിന് ദേശകാല പരിമിതികളില്ല. പിന്നെ എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ മതക്കാർക്കും ഗീത ഒരുപോലെയുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. നമ്മൾ വിചാരിക്കും ഹിന്ദു മതത്തിനുള്ളതാണ് ഗീത എന്ന്. അങ്ങനെ ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. ഹിന്ദു മതം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ശ്രേഷ്ഠത. ഒരു സ്ഥലത്തും ഹിന്ദു മതത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് മുഴുവൻ മാനവിക സംസ്കാരത്തെ ഉയർത്തുന്നതിനാണ് എല്ലാ ഗ്രന്ഥങ്ങളും. അതുകൊണ്ട് തന്നെ ഹിന്ദുമതവും ശ്രേഷ്ഠമാണ്. ഇവിടെ കൃഷ്ണൻ്റെ വാക്കുകൾ അതിശ്രേഷ്ഠമാണ്. കാരണം ഉത്തിഷ്ഠ കൗന്ദേയ എന്നാണ് പറഞ്ഞത്, എഴുന്നേൽക്കൂ, നീ ഈ അവശതയിൽ നിന്നും ആലസ്യത്തിൽ നിന്നും മൂഢതയിൽ നിന്നും വിഷാദത്തിൽ നിന്നും എഴുന്നേൽക്കൂ, നിൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കൂ, നീ വിജയശ്രീ ലളിതനാവൂ എന്ന് ഒരു ആശീർവാദവും കൂടെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ആയിരിക്കണം നീ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഇനി വരുന്ന ശ്ലോകങ്ങൾ കുറച്ചുകൂടെ അടിവരയിട്ട് പറയുന്നു. വളരെ മികച്ച ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും ഒരു ആശീർവാദവും ഉണ്ടാവട്ടെ. ഭഗവാന് ഈ 2 ശ്ലോകങ്ങൾ 36, 37 ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. 36, 37 ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഓം തത്സത്.